ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കാളൻ്റെ റെസിപ്പി നോക്കിയാലോ. ഞാൻ ഇവിടെ നല്ല കുറുകിയ കാളനാണ് ഉണ്ടാക്കാൻ പോകുന്നത്, കുറുക്ക് കാളനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം എൻ്റെ ചാനൽ കാണാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ആദ്യം ഒരു കുക്കറിൽ വെള്ളം ഒഴിക്കുക. ഞാൻ ഇവിടെ കുക്കറിലാണ് കാളുണ്ടാക്കുന്നത്. പെട്ടെന്ന് വെന്ത് കിട്ടാൻ കുക്കറാണ് നല്ലത്. മൺചട്ടിയിൽ ഉണ്ടാക്കേണ്ടവർക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് വേവും. അത് കഴിഞ്ഞിട്ട് ചട്ടിയിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ കുക്കർ വെച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്ക് ആവശ്യമുള്ള അനുസരിച്ച് ഒഴിക്കാം. കുക്കർ ആയതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് ഒഴിക്കുന്നുള്ളൂ. അതിൽ നമുക്ക് ആവശ്യമുള്ള ഒരു നേന്ത്രക്കായ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 കിലോ അടുത്ത് ചേനയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് വേവിക്കാൻ വെക്കാം. കുക്കറിലായതുകൊണ്ട് ഒരുപാട് സമയം എടുക്കില്ല. ഞാനിവിടെ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിലാണ് എടുത്തത്. ഇതിന് ഏറെക്കുറെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം. ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി ചട്ടി കിടന്ന് ഒന്നുകൂടെ വെന്തോളും. നമുക്കത് ഫ്ലെയിം ഓണാക്കി വെക്കാം. ഇനി നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക്, ഒരു 2 ചെറിയ ഉള്ളി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള തൈരോട് ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ കാളിൻ്റെ മിക്സ് ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം കാളിനിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് കടുക് പൊട്ടിക്കാം. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5-6 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ് അവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിത് കാളനിക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കാളനിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയിട്ടുള്ള കാളനാണ്. ഇത് ഇനി ഇരിക്കും തോറും നന്നായിട്ട് കുറുകി വരും. കുറച്ച് നേരം മൂടി വെക്കാം. വറവിട്ട ശേഷം മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഇരിക്കും തോറും കട്ടി കൂടി വരും. ഇപ്പോഴത്തേനെക്കാട്ടിയും കുറച്ചുകൂടെ കട്ടി വരും കുറച്ചുകൂടെ കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ കാളനിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാളനാണ്. അപ്പോൾ എല്ലാ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.